ദയവ് ചെയ്തത് മനസ്സിലാക്കുക. കിച്ചു സുധി എന്ന് പറയുന്ന പയ്യനുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം നിങ്ങളുടെ ഭർത്താവിൻ്റെ, മരിച്ചുപോയ ഭർത്താവിൻ്റെ മകനായിരുന്നു. ആ ഭർത്താവ് മരിച്ചതോടുകൂടി നിങ്ങൾക്കും അവനും തമ്മിൽ യാതൊരു ബന്ധനങ്ങളും ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. രേണു സുധിക്ക് കിച്ചു മകനാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിക്കാനുള്ള എന്ത് റൈറ്റാണുള്ളത്? നമുക്ക് ആർക്കും അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എങ്കിലും മകനായിട്ട് കാണുന്നില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ ഞാനിവിടെ നിരത്താൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇത്ര നാളും ഇവരുടെ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കിച്ചു എന്നൊരു പദം പുള്ളിക്കാരത്തി ഉപയോഗിക്കുന്നത് കിച്ചുവിനെ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിലേക്ക് ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും വളരെ ട്രിക്കി ആയിട്ട് പുള്ളിക്കാരത്തി മകൻ കിച്ചു എന്നീ രണ്ട് അഭിസംബോധനകൾ അവനെ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ കൗശല ബുദ്ധിയോടുകൂടി രേണു സുധി ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് രേണു സുധി ഒരിക്കൽ പോലും കിച്ചുവിനെ സ്വന്തം മകനായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതിൻ്റെ കുറച്ച് തെളിവുകൾ ഞാനിവിടെ നിരത്താം. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ മകന് നേരെ എന്തൊക്കെയോ കാര്യങ്ങൾ ആരോപിക്കുന്നുണ്ട് പുള്ളിക്കാരത്തി. അത് പുറത്തു പറയാൻ കൊള്ളില്ല എന്നുള്ളതാണ്. അതായത് സ്വന്തം മകനായിട്ട് കണ്ട ഒരു കുഞ്ഞിനെ കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ പുറത്തു പറയാൻ, നിങ്ങളോട് പറയാൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ചിന്തകളിലേക്ക് എന്താ വരുന്നത്? അതായത് മറ്റേതൊക്കെയോ രീതിയിലേക്ക്, അതായത് ബുള്ളിങ്ങിലേക്ക് അവനെ ഡ്രാഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ടാണ് ഈ ആരോപണങ്ങളെ പുള്ളിക്കാരത്തി കാണുന്നതും അവനെ ബുള്ളിങ്ങിൻ്റെ ഇരയാക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നതും. പിന്നെ രണ്ടാമത് തന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രേണു സുധി ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സീസണിൽ കൂടെ മത്സരാർത്ഥികളായിരുന്ന അനുമോൾ, പിന്നെ ആദില, നൂറ, ഈ 3 കുട്ടികൾ കഴിഞ്ഞ ദിവസം രേണു സുധിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ അനുമോൾ മറ്റെന്തോ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ഏതോ ഒരു മീഡിയ പുള്ളിക്കാരത്തിയെ കണ്ടപ്പോൾ ചോദിച്ചു, രേണു സുധിയെ കാണാൻ പോയിരുന്നല്ലോ, പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, അതായത് അനുമോൾ പറയുന്നുണ്ട്, രേണു ചേച്ചി അസുഖം ബാധിച്ച ശേഷം എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ ഞങ്ങളെയും വിളിച്ചു, നിങ്ങളെയൊക്കെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, ദയവ് ചെയ്ത് എന്നെ കാണാൻ വരൂ എന്ന് പറഞ്ഞതിന് പ്രകാരമാണ് ഞങ്ങൾ പോയത്. അല്ലാതെ തന്നെ അവർ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവർ ആ ദിവസം പോയത് രേണു സുധി പറഞ്ഞതിന് പ്രകാരമാണ്. രേണു സുധി മറ്റു കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഈ വളർത്തുമകൻ ഏതെങ്കിലും കാരണവശാൽ അവൻ സത്യം പറഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്ക് പോകാത്തത്, അവൻ എന്തെങ്കിലും ഇവരുടെ വീട്ടിൽ ചെന്നാലോ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ശ്രമിച്ചാലോ ഇവരത് ഒരു കോണ്ടന്റ് ആക്കി ഇടുകയും ചെയ്യും, ഇവനെ സോഷ്യൽ മീഡിയയിലേക്ക് ആവശ്യമില്ലാതെ വലിച്ചിടുകയും ചെയ്യും, ബുള്ളിങ്ങിൻ്റെ ഇരയാക്കപ്പെടുകയും ചെയ്യുമെന്ന് കൗമാരപ്രായക്കാരനായിട്ടുള്ള ആ മകന് നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കാം അവൻ മാറുന്നത്. മാത്രമല്ല അവൻ അവരെ കാണാൻ പോകാഞ്ഞതിൻ്റെ കാര്യം സ്പഷ്ടമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു മകന് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. മകൻ മാത്രമല്ല കണ്ടത്, ലോകം മുഴുവനും കണ്ട്. അത് അവൻ്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എസ്പെഷ്യലി 18-19 വയസ്സുള്ള ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരുണ്ട്, സമപ്രായക്കാർ, അവരുടെയൊക്കെ അമ്മമാർ മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകയായിട്ട് നിൽക്കുമ്പോൾ ഇവൻ്റെ അമ്മ മാത്രം അതായത് കളിയാക്കപ്പെടാനുള്ളൊരു വസ്തുവായിട്ട് ചിത്രീകരിക്കപ്പെടുമ്പോൾ, സൊസൈറ്റിക്ക് മുന്നിൽ ചിത്രീകരിക്കപ്പെടുമ്പോൾ അവനുണ്ടാകുന്ന അഭിമാന പ്രശ്നം അതവൻ്റെ മാത്രം പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവൻ വ്യക്തമായിട്ടും ഇവരെ കാണാൻ പോകാഞ്ഞത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് ഇവരെ കാണാൻ പോയില്ല, കിച്ചു ഇവരെ കാണാൻ പോയില്ല. ബാക്കിയുള്ള എല്ലാവരെയും കിച്ചുവിനേക്കാൾ ബന്ധമാണോ? അതായത് രേണു സുധി എപ്പോഴും പറയുന്നുണ്ട് സ്വന്തം മകനെ പോലെയാണെന്ന്, അതായത് വൃദ്ധപ്പനെ പോലെ തന്നെയാണ് എന്ന്. അപ്പോൾ അത്രമാത്രം ബന്ധത്തിനേക്കാൾ വലുതാണോ ബിഗ് ബോസിൽ കൂടെ ഉണ്ടായിരുന്ന അനുമോളും ഈ ആദില, നൂറയൊക്കെ? അനുമോളൊക്കെ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഈ രേണു സുധി കുറേ ഷോർട്ട് ഫിലിമിലൊക്കെ കയറി വൈറലായതിനു ശേഷം ഒരു വേദി പങ്കിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അനുമോൾ നിൽക്കുകയും ഈ രേണു സുധി ഇരിക്കുകയുമായിരുന്നു. രേണു സുധി അനുമോളെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഏതോ ഒരു ഇൻ്റർവ്യൂവർ ചോദിച്ചു എന്തുകൊണ്ട് അനുമോളെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ട്രെയിനിൽ നിന്ന് വീണ് എൻ്റെ നടുവൊക്കെ പോയിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു, അനുമോളെ ഞാൻ മൈൻഡ് ചെയ്യാഞ്ഞതൊന്നും അല്ല, തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയതാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ ഒരു ശത്രുത വെച്ചുകൊണ്ടിരുന്നു. കാരണം അനുമോളൊന്നും ഈ സുധി എന്ന് പറയുന്ന ആൾ മരിച്ചതിന് ശേഷം ഇവരെ കാണാൻ പോയിട്ടില്ല എന്നുള്ള റീസണൊക്കെ എവിടേക്കോ പറയുന്നതായിട്ട് നമ്മൾ കേട്ടു. അങ്ങനെ കുറച്ച് നാളൊരു ശത്രുത വെച്ചിരുന്നിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു വീട്ടിൽ താമസിക്കേണ്ട ഘട്ടം വന്നപ്പോൾ ഇവരൊക്കെ സംസാരിച്ചു, നമ്മളാണെങ്കിലും സംസാരിക്കും പരസ്പരം. അങ്ങനെ മാത്രം ബന്ധമുള്ള വ്യക്തികളെ കാണണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയും സ്വന്തം മകൻ കാണാൻ വരാതിരുന്നപ്പോൾ അവൻ എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടായാൽ തന്നെ അമ്മമാരാണല്ലോ അങ്ങോട്ട് കയറി, മക്കളെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, എൻ്റെ കുഞ്ഞൊന്ന് കാണാൻ വായോ എന്ന് വിളിക്കാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. 11 വയസ്സ് മുതൽ എടുത്തുകൊണ്ട് നടന്ന ഒരമ്മ. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പിന്നീട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 11 വയസ്സ് മുതൽ ഞാൻ എടുത്തുകൊണ്ട് നടന്ന ഒരു കുഞ്ഞുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ സമൂഹം അങ്ങോട്ട് ഇളകാൻ തുടങ്ങും. കാരണം ആ ഒരു വാക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണത്.
കാരണം അത്രമാത്രം റെസ്പോൺസിബിലിറ്റിയും അത്രമാത്രം സ്നേഹവും വാരിക്കോരി കൊടുത്ത ഒരമ്മ എന്നാണ് ആ സിമ്പിളായിട്ട് പറഞ്ഞു പോയ സെൻറ്റൻസിൽ അടങ്ങിയിരിക്കുന്നതെന്ന് രേണുസുധിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ആ ഒരൊറ്റ സെൻറ്റൻസ് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടതുകൊണ്ടാണ് കിച്ചു സുധിക്കെതിരെ അത്രമാത്രം സൈബർ ബുള്ളിങ് വന്നതും അങ്ങനെ വരുമെന്ന് വ്യക്തമായിട്ട് രേണുസുധിക്ക് അറിയുകയും ചെയ്യാമായിരുന്നു. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ആ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അനുമോളെയും ആദിലയും ഒക്കെ ഫോണിൽ വിളിച്ച് സീക്രട്ടായിട്ട് വിളിച്ചു. അത് അനുമോൾ വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് നമ്മളൊക്കെ അറിഞ്ഞത്. അതായത് ഫോണിൽ വിളിച്ച് എൻ്റെ മക്കളെ എനിക്ക് നിങ്ങളെ കാണാൻ തോന്നുന്നുണ്ട്, എനിക്ക് വയ്യാതെയായി എന്നൊക്കെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് കിച്ചുവിനെ വിളിച്ച് പറഞ്ഞില്ല? ഞാൻ വീണ്ടും പറയാണ്, അധികം അടുപ്പമൊന്നുമില്ലാത്ത അനുമോളെയും ആദിലയൊക്കെ വിളിച്ചിട്ട് പറയാമെങ്കിൽ, കിച്ചുവിനോട് പറഞ്ഞില്ല എങ്കിൽ അനുമോളോടും ആദിലയോടും പോലുമുള്ള അടുപ്പം ഈ മകൻ എന്നെപ്പോഴും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു നടക്കുന്ന രേണുസുധിക്ക് കിച്ചുവിനോട് ഇല്ല. അതായത് ഉള്ളിൽ മകൻ്റെ സ്ഥാനമേ പുള്ളിക്കാരത്തി കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം 100% അവിടെ വ്യക്തമാണ്. ഏതെങ്കിലും അമ്മയ്ക്ക് മകനോട് ഏതെങ്കിലും തരത്തിലുള്ള ഈ ജലസ് അല്ലെങ്കിൽ ഈഗോ ഒക്കെ തോന്നുമോ? നമ്മളെല്ലാവരും അമ്മമാരാണ് അല്ലേ? ഇനിയിപ്പം ചെറിയ പെൺകുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ ഈ അമ്മമാരുടെ വൈകാരികത ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും അമ്മമാർക്ക് നിങ്ങളോട് ഈഗോ ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ പോയി വിളിച്ചു കഴിഞ്ഞാൽ അവനങ്ങ് അഹങ്കാരം കൂടും, അല്ലെങ്കിൽ അവൾക്ക് അഹങ്കാരം കൂടും എന്നൊക്കെ നിങ്ങളുടെ ഏതെങ്കിലും അമ്മമാർ ചിന്തിക്കാറുണ്ടോ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ ഈ സ്ത്രീക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു. എന്തുകൊണ്ടാണ്? സ്വന്തം മകനായിട്ട് പോലും കാണുന്നില്ല. അതുകൊണ്ടാണ് സ്വന്തം മകൻ ആയിട്ട് കാണുന്നു എന്ന് പറയുന്ന ഈ കിച്ചുവിനെതിരെ ഇവർ മോശമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത്. ഈ ഇവരുടെ ഒപ്പം നടക്കുന്ന ബിഷപ്പ് ഗുണ്ടയും പറയുന്നുണ്ട്, പുറത്തു പറയാൻ കൊള്ളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കിച്ചു സുധി ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങളെ കൊണ്ട് പുറത്ത് പറയണം. കാരണം 11ാമത്തെ വയസ്സിൽ എടുത്തുകൊണ്ട് നടന്നു എന്നാണ് പറയുന്നത്. ഈ 11ാമത്തെ വയസ്സിലും 12ാമത്തെ വയസ്സിലും ഒക്കെ ഈ കുഞ്ഞ് എന്താണ് രേണുസുധിയെ ചെയ്തത് എന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയാനുള്ള വ്യഗ്രതയുണ്ട്. അത് പറഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്കൊക്കെ സംസാരിക്കാൻ. അപ്പോൾ നാട്ടുകാരോട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാവരെയും ഒന്ന് കാണാൻ വായോ എന്ന് വിളിച്ചു വരുത്തിയിട്ട് സ്വന്തം മകനോട്, അതായത് സ്വന്തം മകനെ ഫോണിൽ വിളിച്ച് എൻ്റെ മോനെ നീ ഒന്ന് കാണാൻ വാ എന്ന് പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെ ചെയ്യാതെ അവനെ സോഷ്യൽ മീഡിയയ്ക്ക് ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തു. എന്തുകൊണ്ട് ആദിലയും നൂറയും അനുമോളെയും ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തില്ല എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. അപ്പോൾ കിച്ചു സുധിയെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അനുമോളുണ്ടായിരുന്നു, ആദില ഉണ്ടായിരുന്നു, ഇവരാരും എന്നെ കാണാൻ വന്നില്ല എന്ന് പറയാൻ പാടില്ലായിരുന്നു. അവരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ബുള്ളിങ് ചെല്ലുമെന്നറിയാം. മനസാക്ഷി ഇല്ലാത്തവരെന്നൊക്കെ ആ കുട്ടികളെ മുദ്ര കുത്തപ്പെടും. അപ്പം ആ ഒരു പാപഭാരം കിച്ചുവിൻ്റെ തലയിൽ ഇരുന്നോട്ടെ എന്ന് നല്ല വ്യക്തമായിട്ട് രേണുസുധിക്ക് മനസ്സിലായതുകൊണ്ടാണ് 11 വയസ്സ് മുതൽ ഞാൻ എടുത്തുകൊണ്ട് നടന്നൊരു പുത്രൻ എന്നെ ഇന്ന് വരെ കാണാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞത്. അനുമോളെയും ആദിലയൊക്കെ 10 വയസ്സ് മുതലേ രേണുസുധി എടുത്തുകൊണ്ടായിരുന്നു നടന്നത്. കിച്ചുവിനേക്കാൾ കൂടുതൽ രക്തബന്ധവും ആത്മബന്ധവും ഒക്കെ അനുമോളോടും ആദിലയോടും ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ മനഃപൂർവ്വം കിച്ചുവിനെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടുകൊടുക്കാൻ ഉപയോഗിച്ചു. അല്ലായിരുന്നെങ്കിൽ അനുമോളെയും ആദിലയൊക്കെ വിളിച്ചതുപോലെ മോനെ നീ ഒന്ന് കാണാൻ വാ എന്ന് പറയത്തേ ഉള്ളായിരുന്നു. ഇത് നാട്ടുകാരിലേക്ക് ഇട്ടുകൊടുക്കുകയും സൈബർ ബുള്ളിങ്ങിലേക്ക് അവനെ വ്യക്തമായിട്ട് ട്രിക്കിയായിട്ട് ഡ്രാഗ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവാണ് അത്. സോഷ്യൽ മീഡിയയിൽ രേണുസുധിക്ക് നിൽക്കണമെങ്കിൽ, അതായത് രണ്ടാനമ്മയായിട്ടും ആദ്യത്തെ അമ്മമാരെക്കാൾ കൂടുതൽ താൻ സ്നേഹം കൊടുത്തു എന്ന് വരുത്തി തീർക്കുകയും കിച്ചു സുധി എന്ന് പറയുന്ന ആ ഒരു 18-19 വയസ്സുള്ള ചെറിയ പയ്യനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പൊരിച്ചാൽ മാത്രമേ രേണുസുധിക്ക് നിലനിൽപ്പ് ഉള്ളൂ എന്ന് ആരൊക്കെയോ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത് സ്ക്രൂ കയറ്റുകയോ അല്ലെങ്കിൽ സ്വന്തം ചിന്താഗതി, അങ്ങനെയാണെങ്കിൽ വളരെ ട്രിക്കി ആയിട്ടുള്ള പേഴ്സണാണ് രേണുസുധി, അതിൽ നിന്നുമാണ് പുള്ളിക്കാരത്തി കിച്ചു എന്നുള്ളൊരു പേരെടുത്തു. നിങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് സെൽഫായിട്ട് മനസാക്ഷിയുടെ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു മകനുണ്ട് റിദ്ധപ്പൻ, അവനെക്കുറിച്ച് സംസാരിക്കുക. എന്തുകൊണ്ട് അവനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? അവനെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കിച്ചുവിനെ കുറിച്ച് കുറ്റം പറയുന്ന നേരത്ത് റിദ്ധപ്പനെ കുറിച്ച് നല്ല വാക്കുകൾ പറയൂ. അവൻ കുഞ്ഞല്ലേ, അവൻ്റെ ഭാഗത്ത് നല്ല കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ലേ? അപ്പോൾ അവനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയാം, അവൻ്റെ കുസൃതി കുറുമ്പ് അതൊക്കെ ഞങ്ങൾ കേൾക്കാം. കിച്ചുവിനെ കുറിച്ച് നിങ്ങൾക്ക് കുറ്റം പറയാനുള്ള യാതൊരു റൈറ്റും ഇല്ല. മകൻ എന്ന് പറയാൻ പോലുള്ള റൈറ്റ് ഇല്ല. കാരണം കിച്ചുവിൻ്റെ അമ്മ ബയോളജിക്കലി അത് മറ്റൊരു സ്ത്രീയാണ്. അവൻ്റെ അച്ഛനായിരുന്ന സുധി കൊല്ലം നിങ്ങളുടെ ഭർത്താവായിരുന്നു എന്നുള്ളൊരു ബന്ധം മാത്രമേ ഉള്ളൂ. അദ്ദേഹം മരിച്ചതോടുകൂടി കിച്ചുവും രേണുവും തമ്മിലുള്ള ബന്ധവും അവിടെ തീർന്നു. പിന്നെ ആ ബിഷപ്പ് ഉൾപ്പെട്ട ആളുകൾ ആ ഭവനം വെച്ചു കൊടുത്തത് രേണു സുധിക്കും സുധിയുടെ റിയൽ മകനായിരിക്കുന്ന റിദ്ധപ്പനും മകൻ തന്നെയാണ്.
കിച്ചുവിനും കൂടെ വേണ്ടിയിട്ടാണ് ആ ഭവനം വെച്ചു കൊടുത്തത്. ആ ഭവനത്തിൽ നിങ്ങൾ താമസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു ബന്ധം നിങ്ങൾക്ക് തമ്മിൽ ഇപ്പോഴും ഉണ്ട്. അതർവൈസ് അല്ലാത്ത യാതൊരു ബന്ധവും നിങ്ങൾ തമ്മിൽ ഇല്ലാത്തിടത്തോളം എൻ്റെ മകൻ കിച്ചു, എൻ്റെ മകൻ കിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സോഷ്യൽ മീഡിയയിൽ ഡ്രാഗ് ചെയ്ത് ഇടുന്നത് ഏറ്റവും വലിയൊരു തെറ്റാണ്. നിങ്ങൾ വളരെ ട്രിക്കി ആയിട്ടൊരു പേഴ്സൺ ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കും അവസാനം. അത് നിങ്ങൾക്ക് വളരെയേറെ പ്രശ്നങ്ങളുണ്ടാകും, ഭയങ്കര നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു റീസണായിട്ട് മാറും എന്നുള്ളൊരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ ഈ ഒരു അവസ്ഥ 100% ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യം മനസ്സമാധാനമാണ്, നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള അതായത് വിശ്രമമാണ് ആവശ്യം, പിന്നെ നിങ്ങൾക്ക് ഫിനാൻസ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള കോണ്ടന്റ് ഇടുക. നിങ്ങൾക്ക് ഒരുപാട് ആരാധകരുണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല വ്യൂസ് കയറുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം കോണ്ടന്റ് ഇടുക, അല്ലാതെ ആരുടെയോ മകനെ പിടിച്ചു വലിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അതിൽ നിന്ന് പൈസ വാങ്ങിക്കുകയും അതിൽ നിന്ന് ഫേമസ് ആകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഫേക്കായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ലക്ഷണമായിട്ടാണ് പലപ്പോഴും കാണുന്നത്, നിങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തത് മനസ്സിലാക്കുക. കിച്ചു സുധി എന്ന് പറയുന്ന പയ്യനുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം നിങ്ങളുടെ ഭർത്താവിൻ്റെ, മരിച്ചുപോയ ഭർത്താവിൻ്റെ മകനായിരുന്നു. ആ ഭർത്താവ് മരിച്ചതോടുകൂടി നിങ്ങൾക്കും അവനും തമ്മിൽ യാതൊരു ബന്ധനങ്ങളും ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്.